ബിഗ് ബോസ് സീസൺ 6ലേക്ക് വൈൽഡ് കാർഡായി എത്തിയ ആളാണ് സായി കൃഷ്ണ എന്ന സീക്രട്ട് ഏജന്റ്. ഷോയ്ക്ക് മുമ്പ് തന്നെ ഏറെ ശ്രദ്ധ നേടിയ സായിയുടെ ഏറ്റവും വലിയ വിഷമം അച്ഛനോട് മിണ്ടാത്തതായിരുന്നു. ഇക്കാര്യം പലപ്പോഴും സായി തുറന്നു പറഞ്ഞിട്ടുമുണ്ട്. ഇന്നലെ ഫാമിലി എപ്പിസോഡിൽ അച്ഛനോട് സംസാരിച്ചിരിക്കുകയാണ് സായി. വീഡിയോ കോൾ വഴിയായിരുന്നു ഇരുവരും സംസാരിച്ചത്. എന്താ സായി ഇങ്ങോട്ട് നോക്കാതെ? എന്നെ കാണുന്നില്ലേ? സുഖം തന്നെയല്ലേ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ക്ഷീണം തോന്നുന്നുണ്ടല്ലോ. നന്നായി ശ്രദ്ധിച്ച് കളിക്കണം. എല്ലാവരും നന്നായി കളിക്കുന്നുണ്ട്. കണ്ണനും നന്നായി കളിക്കുന്നുണ്ട്. നീ എന്തിനാ വിഷമിച്ച് നിൽക്കുന്നത്? ഒരു പ്രശ്നങ്ങളുമില്ല. ഞാൻ വളരെ സന്തോഷവാനാണ്. സന്തോഷത്തോടെയാണ് സംസാരിക്കുന്നത്. നമ്മൾ തമ്മിൽ ഒരു പ്രശ്നവുമില്ല. വീട്ടിലെ കാര്യങ്ങളൊന്നും ആലോചിച്ച് വിഷമിക്കേണ്ട ആവശ്യമില്ല. നീ വിഷമിക്കാതെ നിൽക്ക്. നീ വിഷമിച്ച് നിൽക്കുമ്പോഴല്ലേ നമുക്ക് വിഷമം ഉണ്ടാകുന്നത്. ഹാപ്പിയായിട്ട് നിൽക്ക്. മറ്റുള്ളവരൊക്കെ സന്തോഷത്തോടെയല്ലേ നിൽക്കുന്നത്. എന്തിനാ മനസ്സിൽ ടെൻഷൻ എന്നാണ് അച്ഛൻ പറഞ്ഞത്. ടെൻഷനല്ല അച്ഛാ, മറ്റുള്ളവർ അച്ഛനും അമ്മയുമായിട്ടൊക്കെ നടക്കുമ്പോൾ ഞാൻ ഗിൽറ്റി ഫീൽ ചെയ്തിരുന്നു. ദേഷ്യവും സങ്കടവും ഒക്കെ കാരണം ഞാൻ അങ്ങനെ ആയിരുന്നില്ല അച്ഛനോടും അമ്മയോടും. അക്കാര്യം അച്ഛനും അറിയുന്ന കാര്യമാണ്. കുറച്ചു കാലമായിട്ട് ഞാൻ അങ്ങനെ ആയിരുന്നില്ല എന്ന് സായിയും പറയുന്നുണ്ട്. അതൊന്നും ഇപ്പോൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. രക്ഷിതാക്കളാവുമ്പോൾ സ്നേഹിക്കും, വിഷമിക്കുന്നത് കാണുമ്പോൾ ഒപ്പം നിന്ന് വിഷമിക്കും. അതുകൊണ്ട് പ്രത്യേകമായ രീതിയിൽ വിഷമമോ ദേഷ്യമോ ഒന്നും എനിക്കില്ല. ഞാൻ എൻ്റെ മക്കളെയൊക്കെ ഒരേപോലെയാണ്. അതുകൊണ്ട് ഞാൻ അന്നും ഇന്നും എല്ലാവരെയും സ്നേഹിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നാണ് മറുപടിയായി അച്ഛൻ പറഞ്ഞത്. എൻ്റെ ലൈഫ് തിരിച്ചു കിട്ടാൻ വേണ്ടിയാണ് ഞാൻ ബിഗ് ബോസിൽ എത്തിയത്. അതുകൊണ്ടാണ് ഇവിടെ എത്തിയ സമയത്ത് ഞാൻ ചെയ്ത തെറ്റുകളും പറയേണ്ട കാര്യങ്ങളും ഒക്കെ കൃത്യമായിട്ടും പറഞ്ഞത്. കാരണം നാളെ പുറത്തിറങ്ങുമ്പോൾ എനിക്ക് അച്ഛനെ കാണണം, അമ്മയെ കാണണം, പഴയ സായിയായിട്ട് നടക്കണം എന്നൊക്കെയുള്ള അതിയായ ആഗ്രഹം എനിക്കുണ്ട്. ആവശ്യങ്ങൾക്ക് മാത്രമായിട്ട് വിളിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് ഞാൻ അച്ഛനെ കണ്ടത്. അതിന് ക്ഷമ പറയുകയാണ് എന്നും സായി കൂട്ടിച്ചേർത്തു. കൂടുതൽ സിനിമാ വാർത്തകൾക്ക് ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്യാനും മറക്കരുത്.